ഹലോ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ലൈഫിൽ സന്തോഷം തരുന്ന 3 കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും എഴുതുക? ഒന്ന് എഴുതാനൊന്ന് ശ്രമിച്ചു നോക്കൂ. ഒരു 3 കാര്യങ്ങൾ. ഓക്കെ, ഞാൻ ഇന്ന് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളോട് ഞാൻ ഈ ചോദ്യം നമ്മുടെ വാട്സാപ്പിൽ പോൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഞാനത് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ഇന്ന്. അതിൽ ഞാൻ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തു. പല സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, പിന്നെ സ്വിമ്മിങ്, അതേപോലെ നമ്മൾ വെറുതെ ഇരുന്ന് ചിന്തിക്കുക, പല കാര്യങ്ങൾ ചിന്തിക്കുക, പിന്നെ ഫുഡ്, റെസ്റ്റോറൻറ്റ്സ് എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യം, കുട്ടികളുമായിട്ട് ഫാമിലിയുമായിട്ട് കളിക്കുന്ന ഒരു ആക്ടിവിറ്റി, ഓക്കെ, പിന്നെ പുതിയ പുതിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് പലതാണല്ലോ. എന്തായാലും എൻ്റെ ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ആക്ടിവിറ്റീസ്, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന 3 ആക്ടിവിറ്റീസ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ആ പോളൊക്കെ അറ്റൻഡ് ചെയ്തു. ഏറ്റവും കൂടുതൽ ആൾക്കാർ 2 ഗ്രൂപ്പിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്തിരിക്കുന്നത് ട്രാവലിംഗ് ആണ്. അപ്പോൾ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലായി. തീർച്ചയായിട്ടും ട്രാവലിംഗ് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഉണ്ട്. എൻഡ് ഓഫ് ദി ഡേ നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിന് അത് സന്തോഷം തരുന്നുണ്ടോ എന്നുള്ളതാണ്. സോ ഇങ്ങനെ നമ്മളെല്ലാം ഒന്ന് എഴുതി നോക്കുന്നത് നല്ലതാണ്. നമ്മളെ സന്തോഷം തരുന്ന ഒരു 3 കാര്യങ്ങൾ ഏറ്റവും ചുരുക്കത്തിൽ. എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട്, നിങ്ങൾ വളരെ സന്തുഷ്ടനാണോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കും. ഇനി ഈ സന്തോഷം ഇപ്പോൾ ചില സമയത്ത് നമുക്ക് ഒരു ദിവസം ഒരു വിഷമമൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല, അത് അന്നത്തെ എന്തെങ്കിലും ഒരു മൂഡ് സ്വിങ്ങിൻ്റെ ഭാഗമായിരിക്കും. അതല്ലാതെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ലൈഫിൽ ഒരു സന്തോഷമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടെന്ന് വെച്ചോളൂ. എന്തെങ്കിലും നമുക്കൊരു വലിയൊരു ഉന്മേഷം തോന്നില്ല, ലൈഫിലത്തെ ഒരു സന്തോഷം നഷ്ടപ്പെട്ടു പോയ അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു വെച്ചാൽ ഈ 3 കാര്യങ്ങൾ, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ലൈഫിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ നിങ്ങളെ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൻ്റെ ഇടയിൽ ഈ സന്തോഷം തരുന്ന, ചിലപ്പോൾ അത് ചെറിയ കാര്യമായിരിക്കും, നമ്മൾ പക്ഷെ അതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങൾക്ക് സന്തോഷം തരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നില്ല. ഈ സന്തോഷം തരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അപകടമില്ലാത്ത സന്തോഷമുള്ള കാര്യങ്ങൾ ഒന്ന് ഒരു സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ കൂടി ആഡ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പലപ്പോഴായിട്ട് മറന്നു പോയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ, നിങ്ങൾ അതിൽ നിന്ന് എല്ലാം കൂടി നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് നിങ്ങളുടെ വരുന്ന ദിവസങ്ങളിലോ വരുന്ന ആഴ്ചകളിലോ ആയിട്ട് ഒന്നിനെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക. നിങ്ങൾക്ക് വീണ്ടും ലൈഫിലോട്ട് സന്തോഷം കൊണ്ടുവരാൻ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നോക്കുക. അത് ഈ 3 കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ വരുന്ന ദിവസങ്ങളിലെ പ്ലാനിങ്ങിൽ ഒന്ന് ഉൾപ്പെടുത്തി നോക്കൂ. അത് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തരാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല കാര്യമല്ലേ? ചെറിയൊരു കാര്യമാണ്, പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇതൊക്കെ മറന്നു പോകും. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ. താങ്ക് യു.